ഇന്നൊരു പുതിയ യാത്രയിലേക്ക് പോവുകയാണ്. ഒരു പുതിയ സ്ഥലത്തേക്കുള്ള യാത്രയാണ്. ഈ യാത്രയിൽ ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ ശരത് മാഷ് എൻ്റെ കൂടെയുണ്ട്. നമ്മൾ അദ്ദേഹത്തിൻ്റെയും കൂടെ മാഷയും കൂടെ നമ്മുടെ സുഹൃത്താണ്. നമ്മുടെ യാത്രയിൽ നമുക്കും എപ്പോഴും ഉണ്ടാകാനുള്ള ആളാണ്. നമ്മുടെ എഴുത്തിൽ നമ്മൾ ആൾക്കാരെ ഒന്നും കാണിക്കുന്നില്ലെങ്കിലും നമുക്കൊരു നല്ല ടീം നമ്മുടെ പുറകിലുണ്ട്. പക്ഷെ നമ്മുടെ ചോറ് വന്നു. ഇതാണ് ഇന്നത്തെ കാര്യങ്ങൾ. നമുക്കിതിൽ കപ്പയുണ്ട്, ബീട്രൂട്ട് തോരനുണ്ട്, നാരങ്ങാച്ചാറുണ്ട്, പച്ചടി വരുന്നുണ്ട്, പപ്പടമുണ്ട്. പിന്നെ നമുക്ക് സ്പെഷ്യൽ ഓരോന്നായിട്ട് വന്നു. മുരിങ്ങയിലക്കറിയാണ് ഇവിടുത്തെ ഇന്നത്തെ ഒരു സ്പെഷ്യൽ. നമ്മൾ സാധാരണ വീട്ടിൽ നിന്ന് മാത്രമേ മുരിങ്ങയിലക്കറി കഴിക്കാറുണ്ടേ. നല്ല സാമ്പാറാണ് കണ്ടത്. നമുക്ക് എല്ലാവരും മുരിങ്ങയിലക്കറി കൂട്ടി കഴിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. സാമ്പാർ കൂട്ടി കഴിക്കാൻ ഇലക്കറികൾ താമസിച്ച് വന്നാലും അടിപൊളിയായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. നമ്മുടെ ഐറ്റമൊക്കെ നമുക്കൊരു മീൻ ഫ്രൈ കഴിച്ചു നോക്കാം. നല്ല ഫ്രഷ് മീൻ തന്നെയാണ്. അത് അതിൻ്റെ കൂട്ടത്തിൽ ആ സവാളയും നല്ല ഉപ്പേരി കഴിക്കുന്നവരെയാണ്. ഗ്രേവിൻ്റെ അടുത്ത് നോക്കട്ടെ. ഗ്രേവിയും കപ്പയും കൂടെ കഴിച്ചോ. നല്ല ടേസ്റ്റ്. ഈ ഒരു ഐല ഫ്രൈ ആണ്. നല്ലൊരു കുഞ്ഞിന് ഐല. അടിപൊളിയല്ലേ? നല്ല അടിപൊളി കപ്പ, നല്ല ടേസ്റ്റ്. കേരയുടെ ഗ്രാമത്തിൽ അറിയാം. അതിൻ്റെ കപ്പയും കുറച്ച് മാഷ് പറഞ്ഞതിന് കപ്പ കൂട്ടിന്ന് കഴിച്ചു നോക്കാം. സാമ്പാർ നിറയെ കഷ്ണങ്ങളാണ്. അതിനകത്ത് വെള്ളമല്ല, നല്ല വെളുത്ത സാമ്പാറാണ്. നിറയെ കഷ്ണങ്ങളാണ്. എനിക്കിന്ന് പ്രത്യേകിച്ച് ഇഷ്ടപ്പെട്ട മുരിങ്ങയിലക്കറി സൂപ്പറാണ്. അതെ അതെ, മുരിങ്ങക്കറി നമുക്ക് അങ്ങനെ പുറത്തുള്ളൊന്നും കിട്ടുന്നില്ലല്ലോ. നമ്മൾ വീടുകളിലല്ലേ സാധാരണ മുരിങ്ങക്കറി കിട്ടുന്നത്. എന്തായാലും ഒരു പ്രത്യേക രുചിയാണ്. നമുക്ക് നോക്കാം. കാണുമ്പോൾ തന്നെ അറിയാൻ കഴിയും നല്ല കട്ടി മോരാണ്. കുറച്ചൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. സാധ്യം നമുക്ക് മീൻചാറ് ഒഴിച്ച് കഴിച്ചു കൊള്ളാൻ, നല്ല ടേസ്റ്റാണ്. ഇനി നമുക്ക് വന്നിരിക്കുന്ന പുളിശ്ശേരിയാണ്. അതുവരെ ഒന്ന് ഒഴിച്ച് നോക്കാം. നമുക്ക് ഒന്ന് കുടിച്ച് നോക്കാം. കൊള്ളാം. ഏകദേശം ഒരു ഫിനിഷിങ് സ്റ്റേജിലേക്ക് എത്തി. അംഗം കഴിയാറായി. നമ്മൾ എല്ലാം മേടിച്ച കഷ്ണങ്ങളെല്ലാം നമ്മൾ ഏകദേശം കഴിഞ്ഞു. ഈ മുരിങ്ങയിലക്കറി അത്രയും ഇഷ്ടപ്പെട്ടു പോയതുകൊണ്ട് നമ്മൾ പിന്നെയും ചോറ് പറയും. കുറച്ച് ചോറ് മതിയെന്ന് വിചാരിച്ചാൽ ഞാൻ വീണ്ടും ചോറ് മേടിച്ച് ഇപ്പം എണ്ണിക്കാൻ പറ്റും. നമ്മുടെ ഇതിനകത്ത് പ്ലേറ്റ് മൊത്തം നോക്കിയാൽ മുരിങ്ങയിലക്കറിയാണ് കിടക്കുന്നത്. മാവേലിക്കര കായംകുളം റോഡാണ്. രണ്ടാം കുറ്റിയിൽ അല്ലെങ്കിൽ കുറ്റിത്തെരുവിൽ വന്ന് കയറുന്ന റോഡാണ്. ഇവിടെ മീനിൻ്റെ എല്ലാം ക്വാളിറ്റി നമുക്ക് എടുത്ത് പറയേണ്ടതാണ്. എല്ലാം നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനാണ്. അപ്പോൾ നമുക്കത് കഴിച്ച് നോക്കുമ്പോൾ അറിയാം ഫ്രഷ്നെസ്. വീട്ടമ്മമാർ തന്നെ ഇങ്ങനെ ഒരു സംരംഭമൊക്കെ ആയിട്ട് മുന്നോട്ട് വരുന്നത് തീർച്ചയായിട്ടും നമ്മൾ വീട്ടിലൂടെ ഭക്ഷണം കൂടാതെ തന്നെ ഇവർക്ക് കേറ്ററിങ്ങിൻ്റെ സർവീസ്. അപ്പോൾ എന്തൊക്കെ ഐറ്റംസ് ആയിരിക്കും ചേച്ചി കേറ്ററിങ്ങിൽ ചെയ്യുക? സദ്യ എല്ലാ ഞായറാഴ്ചയും ഇവിടെ ചിക്കൻ ബിരിയാണി കിട്ടും.
അത് ഇവിടെ നമുക്ക് വൈകിട്ട് വരെ അതും അവൈലബിൾ ആണ്. ഇവിടുത്തെ നാട്ടുകാരുടെ നല്ല സപ്പോർട്ട് നമുക്കുണ്ട്. ഒത്തിരി സന്തോഷം ഈ ചേച്ചിമാരോടൊപ്പം ഇന്നത്തെ ആഹാരം ഇവിടുന്ന് കഴിക്കാൻ പറ്റും അല്ലേ മാഷേ? അതെ അതെ തീർച്ചയായിട്ടും പക്ഷേ അങ്ങനെ നമ്മുടെ രുചികൾ തേടിയുള്ള യാത്ര ഇന്നത്തെ ഒരു സ്ഥലം നിങ്ങളെ പരിചയപ്പെടുത്തിയിരിക്കുകയാണ്. ഇനി വീണ്ടും പുതിയ പുതിയ ലൊക്കേഷനുകൾ, പുതിയ പുതിയ സ്ഥലങ്ങൾ, രുചികൾ എല്ലാം നിങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ട് വീണ്ടും